വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. ഏഷ്യൻ റബ്ബർ മാർക്കറ്റ് തളർച്ചയിൽ കൊപ്രക്ഷാമം രൂക്ഷമാകുന്നു. ഉത്സവ സീസണിൽ ഏല ഡിമാൻഡ് ഉയർന്നു തുടങ്ങി. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിൽ വീണ്ടും തളർച്ച. വാരാന്ത്യമായതിനാൽ പുതിയ വാങ്ങലുകൾക്ക് ഉത്സാഹിക്കാതെ വ്യവസായികൾ രംഗത്തു നിന്നും പിന്നാക്കം വലിഞ്ഞു. ഇത് റെഡി അവധി വിപണികളെ ഒരുപോലെ സമ്മർദ്ദത്തിലാക്കി. ജപ്പാൻ, സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളെ ബാധിച്ച മാന്ദ്യം തായ്ലൻഡ് വിപണിയായ ബാങ്കോക്കിൽ റബ്ബറിന് 187 രൂപയിലേക്ക് തളർത്തി. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ 186 രൂപയിലാണ് ഇടപാടുകൾ നടന്നത്. നാളികേരോൽപ്പന്ന വില കൊച്ചിയിൽ 4ാം വാരവും സ്റ്റഡി. വെളിച്ചെണ്ണയുടെ ഉയർന്ന വില വിൽപ്പന ചുരുങ്ങാൻ ഇടയാക്കിയെന്ന് വ്യാപാരികൾ. അതേസമയം വില വീണ്ടും ഉയരുമെന്ന നിലപാടിലാണ് തമിഴ്നാട്ടിലെ വൻകിട മില്ലുകാർ. കൊപ്രക്ഷാമം തന്നെയാണ് അവരെ ഇത്തരത്തിൽ ഒരു വിലയിരുത്തലിനെ പ്രേരിപ്പിക്കുന്നത്. കൊച്ചിയിൽ കൊപ്ര 21,900 രൂപയിലും വെളിച്ചെണ്ണ 36,800 രൂപയിലുമാണ്. ഉത്തരേന്ത്യയിൽ നിന്നും ഏലത്തിന് കൂടുതൽ അന്വേഷണങ്ങൾ വരും ദിനങ്ങളിൽ പ്രവഹിക്കുമെന്ന സൂചനയിലാണ് ഉൽപാദകർ. വിവാഹ സീസണിന് തുടക്കം കുറിക്കും മുന്നേ തന്നെ പരമാവധി ചരക്ക് കരുതൽ ശേഖരത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ആഭ്യന്തര സ്റ്റോക്കിസ്റ്റുകൾ. ലേലത്തിൽ വന്ന 1,03,765 കിലോ ഏലക്കയും ഇടപാടുകൾ നടന്നു. കയറ്റുമതി സമൂഹം വിദേശ ഓർഡറുകൾ മുന്നിൽ കണ്ട് വലിപ്പം കൂടിയ ഇനം ഏലക്ക കിലോ 3,102 രൂപയ്ക്ക് വാങ്ങി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് നാളികേര വില വീണ്ടും ചൂടുപിടിക്കുന്നു. കൊപ്ര സംഭരണം ശക്തമായതാണ് വില ഉയരാൻ കാരണം. നാളികേരത്തിന് ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 85 രൂപയ്ക്ക് മുകളിലാണ് വില. ഇതോടെ കേര കർഷകർ സന്തോഷത്തിലാണ്. വെളിച്ചെണ്ണ വിലയും ഉടൻ ഉയരുമെന്നാണ് വിലയിരുത്തൽ. തൊണ്ടോടുകൂടിയ നാളികേരം 35 രൂപയ്ക്കും തൊണ്ടില്ലാത്തതിന് 60 രൂപ വരെയും കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. നവരാത്രി, ദീപാവലി ആഘോഷങ്ങൾക്കായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൊപ്ര കൂടുതൽ സംഭരിക്കാൻ തുടങ്ങിയതാണ് വില ഉയരാൻ കാരണം. നിലവിലെ സാഹചര്യത്തിൽ വെളിച്ചെണ്ണയ്ക്ക് 10 മുതൽ 20 രൂപ വരെ ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. വിപണിയിൽ ഇപ്പോൾ 390 രൂപ മുതൽ 420 വരെയാണ് വെളിച്ചെണ്ണ കിലോയ്ക്ക് വില. ഓണക്കാലത്ത് 90 രൂപ വരെയായിരുന്നു നാളികേര വില. വെളിച്ചെണ്ണയ്ക്ക് വില 480 രൂപ വരെ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് തേയിലയുടെ ലേബലിംഗ് നിയമങ്ങൾ കർശനമാക്കണമെന്ന നിർദ്ദേശം. ഗുണവും വിലയും കുറഞ്ഞ തേയില ഇന്ത്യൻ വിപണിയിൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് നീക്കം. നേപ്പാളിൽ നിന്നും കെനിയയിൽ നിന്നും ഗുണനിലവാരവും വിലയും കുറഞ്ഞ തേയിലയുടെ ഇറക്കുമതിയിൽ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആശങ്ക അറിയിച്ചിരിക്കുന്നത്. ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ കെനിയയിൽ നിന്നും നേപ്പാളിൽ നിന്നുമുള്ള തേയില ഇറക്കുമതി വർഷം തോറും 57.41% വർദ്ധിച്ച് 19.61 ദശലക്ഷം കിലോഗ്രാമായി. ഇന്ത്യ നേപ്പാൾ വ്യാപാര കരാർ പുനഃപരിശോധിക്കാനും ഡാർജിലിംഗ് ചായയുടെ GI ടാഗ് ദുരുപയോഗത്തിനെതിരെയും കർശന നടപടി നടപ്പിലാക്കാനും കമ്മിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. സാമ്പിൾ പരിശോധനയും തുറമുഖങ്ങളിൽ കസ്റ്റംസ് പരിശോധനയും ശക്തമാക്കണമെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയുടെ തനത് തേയിലയുടെ പ്രശസ്തി സംരക്ഷിക്കുന്നതിനായി നിർബന്ധിത ലേബലിംഗും ഉറവിട പ്രഖ്യാപനവും നടപ്പിലാക്കണമെന്നാണ് കമ്മിറ്റി ടീ ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് പഞ്ചസാര ഉൽപാദനം ഉയർന്നേക്കും. കരിമ്പ് വിളവെടുപ്പ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലെന്ന് വിലയിരുത്തൽ. ഉത്തർപ്രദേശിൽ കരിമ്പ് കൃഷി കുറവാണെങ്കിൽ മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങൾ ഈ വിടവ് നികത്തുമെന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 8% കൂടുതലായിരിക്കും ഈ ഖാരിഫ് സീസണിൽ. ഒക്ടോബർ 15 മുതൽ കരിമ്പ് ക്രഷിംഗ് ആരംഭിക്കാൻ അനുവദിക്കണമെന്നാണ് മില്ലുകളുടെ ആവശ്യം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. നിലവിൽ ഇന്ത്യയിൽ പഞ്ചസാര ഉൽപ്പാദനം മിച്ചമാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എത്തനോൾ ഉൽപ്പാദനം ഇല്ലായിരുന്നെങ്കിൽ കരിമ്പ് വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 211, RSS 5 207, ലാറ്റക്സ് 146. ജാതിക്ക 300 രൂപ. ജാതിപത്രി 1800 മുതൽ 2000 വരെ. ഗ്രാമ്പു 880 രൂപ. അടയ്ക്ക 280. കാപ്പിക്കുരു 265. കൊക്കോ പരിപ്പ് 380. കുരുമുളക് ഗാർബിൾഡ് 70,600. കുരുമുളക് അൺഗാർബിൾഡ് 68,600. ഏലയ്ക്ക 2,100 മുതൽ 2,200 വരെ. വെളിച്ചെണ്ണ 36,800 രൂപ. കൊപ്ര 23,800. ചുക്ക് 24,000.
അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർ ഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർ ഫെഡിന്റെ ഓണാശംസകൾ.